കുട്ടികൾ എങ്ങനെ പ്രതികരിക്കും? അങ്ങനെയൊരു അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 8 വയസ്സ്. അതെ, ഈ കഥയിലെ നമ്മുടെ കൊച്ചു നായികയുടെ പ്രായം അത്രയുള്ളൂ. ദിൽനയും അവളുടെ കുഞ്ഞനിയൻ ഐസക്കും കുക്കീസ് കഴിച്ച് കളിക്കുകയായിരുന്നു. വളരെ സാധാരണമായൊരു സായാഹ്നം അല്ലേ? പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഐസക് അമ്മയെ വിളിച്ചു. പക്ഷെ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് നോക്കി അവർ കണ്ടതെന്താണെന്നോ? സ്വീകരണമുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്ന അമ്മയെ. അവൾ അമ്മയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പക്ഷേ അമ്മ ഒട്ടും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഐസക് കരച്ചിൽ തുടങ്ങി. ദിൽനയ്ക്ക് വല്ലാതെ പേടിയായെങ്കിലും അവൾക്ക് ശാന്തമായിരിക്കണമായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയോടൊപ്പം കളിച്ചിരുന്ന ഒരു എമർജൻസി ഗെയിം അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ നിർദ്ദേശങ്ങൾ നോക്കൂ. നമ്പർ വിളിക്കുക, പേരും വിലാസവും പറയുക. വളരെ ലളിതം. ഇതൊരു കളിയല്ലല്ലോ. വിറയ്ക്കുന്ന കൈകളോടെ ദിൽന നേരെ 101ലേക്ക് വിളിച്ചു. ഹെൽപ്പ് ലൈനിൽ കോളെടുത്ത സ്ത്രീയോട് അമ്മ ഉണരുന്നില്ലെന്ന് അവൾ ധൈര്യത്തോടെ തന്നെ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ സ്വന്തം പേരും ചെറുവപ്പാടിയിലെ വിലാസവും അവൾ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. ഫയർഫോഴ്സ് എത്തുന്നതുവരെ ഫോൺ കട്ട് ചെയ്യരുതെന്ന് ഓപ്പറേറ്റർ വളരെ ശാന്തമായി അവളോട് പറഞ്ഞു. അവർ വേഗത്തിലെത്തി പ്രഥമ ശുശ്രൂഷ നൽകി. അങ്ങനെ ആ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ആ സമ്മർദ്ദത്തിലും ദിൽന കാണിച്ച ധൈര്യം കണ്ടോ? അവളൊരു ഹീറോയാണെന്ന് ഫയർഫോഴ്സും പറഞ്ഞു. സത്യത്തിൽ തനിക്ക് നല്ല പേടിയുണ്ടായിരുന്നെന്നും പിന്നീട് അവൾ സമ്മതിച്ചു. അതാണ് യഥാർത്ഥ ധൈര്യം. ഈ ധീരതയ്ക്ക് ദിവസങ്ങൾക്കു ശേഷം ഫയർ സ്റ്റേഷനിൽ വെച്ച് അവൾക്ക് അവാർഡും ലഭിച്ചു. കുഞ്ഞു ഐസക്കിനെയും ഇതെല്ലാം പഠിപ്പിക്കുമെന്ന് അവൾ ഉറപ്പു നൽകി. അറിവ് പകർന്നു നൽകുന്നത് എത്ര പ്രധാനമാണല്ലേ? ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഇങ്ങനെയൊരു അപകടമുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് അറിയാമോ? ഉറപ്പുവരുത്തുക.